ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ ശ്രീനിവാസനെ ഒരു കോൾ വന്നിരിക്കുകയാണേ. എന്താ കാര്യം നോക്കുമ്പോൾ അവളുടെ പുതിയ കേസ്. എന്റെ സ്ഥാനാർത്ഥിത്വത്തെ റദ്ദാക്കണമെന്ന് കോടതിയിൽ പുതിയ ഹർജി കൊടുത്തു. സുധയ്ക്കും അയ്യോ ഇപ്പൊ ആരെയെ വിളിക്കാൻ പോകുന്നത്? ശ്രീനിവാസൻ പറയും അവളെ, വേദയെ. എന്തിന്? അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ. സുധ പറയും അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലേ. വേദയുടെ കേസിൽ നിന്ന് പിന്മാറണമെന്ന് നിങ്ങൾ എത്ര തവണ ആവശ്യപ്പെട്ടു, അവള് ചെയ്തോ? അപ്പൊ ശ്രീനിവാസൻ പറയും അവൾ ആര് പറഞ്ഞാലും അനുസരിക്കില്ലെന്നല്ലേ വിക്രം പറഞ്ഞത്. സുധ പറയും എങ്കിൽ പിന്നെ ഫോൺ വിളിച്ച് നാണം കിടണം. വിക്രമിനോട് ഭീഷണിയുടെ സ്വരത്തിൽ വരെ നിങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാ. എന്നിട്ടും അവൾ ആ കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവളുടെ ഭാഗത്ത് നിൽക്കാൻ അത്രയ്ക്ക് ആൾക്കാരുണ്ടെന്നല്ലേ അർത്ഥം. ശ്രീനിവാസൻ പറയും ആര് നിൽക്കാൻ, ഒരു പാർട്ടി അവളെ സപ്പോർട്ട് ചെയ്യില്ല. ആകെയുള്ളത് ആ ശ്രീധരൻ തേരാട്ടിൽ മാത്രമാണ്. ഇവിടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അയാളെ സപ്പോർട്ട് ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? സുധ പറയും ആരെയും സപ്പോർട്ടില്ലാത്ത ഒരാളെയാണോ നമ്മൾ പേടിക്കുന്നത്? ശ്രീനിവാസൻ പറയും അയാളുടെ കളി മുഴുവനും കോടതി മുഖേനയാ. മാർക്കറ്റിലെ കേസ് വീണ്ടും കുത്തിപ്പൊക്കാൻ അയാളുടെ ശ്രമം. അതിന്റെ പശ്ചാത്തലത്തിൽ എത്ര സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്ന് വേദമുഖേന കോടതിയിൽ ഹർജി കൊടുത്തിട്ടുള്ളത്. അതിന് സാധിക്കില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? കോടതി നേരിട്ട് വരില്ല, പക്ഷെ ഇലക്ഷന് മുന്നേ ലൈവായിട്ട് നടത്താനാണ് ഉദ്ദേശം. ഇപ്പം നമുക്ക് കിട്ടുന്ന ഉറപ്പുള്ള വോട്ടുകളെ നമ്മളിൽ നിന്നും ചോർത്താനുള്ള മാർഗം. സുധ പറയും പകരം അയാളുടെ വക്കീലായ വേദയെ വിളിച്ച് നിങ്ങൾ സംസാരിച്ചുകൊണ്ട് എന്താ കാര്യം? അപ്പോഴേക്കും പുളിക്ക എന്ന് വിളിക്കുമ്പോൾ പുളിക്ക അങ്ങോട്ട് വരും. വിക്രത്തോട് ഇങ്ങോട്ട് വരാൻ പറ. അപ്പൊ സുധ പറയും അവന്റെ വീട്ടില് അയ്യപ്പ വിളക്ക് നടക്കാണ്, അവൻ മലയ്ക്ക് പോയി തിരിച്ചു വരട്ടെ, എന്നിട്ട് സംസാരിക്കാം. പുളിക്ക പൊയ്ക്കോ എന്ന് പറയുമ്പോ പുളിക്കൽ അങ്ങോട്ട് പോകും. ആദ്യമേ ആ രാമകൃഷ്ണൻ വക്കീലിനെ വിളിക്ക്. അയാളാവുമ്പോ ഏത് തലതിരിച്ച കേസൊന്നും ഊരിപ്പോരാ. തെരഞ്ഞെടുപ്പിന് മുന്നേ വ്യത്യഹത്യ ചെയ്ത് വോട്ട് തിരിക്കാനുള്ള രാഷ്ട്രീയ മാർഗമാണിത് എന്ന് സ്ഥാപിച്ചാൽ വാർത്തയുടെ സ്വഭാവം മാറ്റിക്കൂടെ? ശ്രീനിവാസൻ പറയും നമ്മൾ അങ്ങനെയായിരിക്കും ചെയ്യാന്ന് അവർ മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ കേസ് ഫയൽ ചെയ്തത്. എന്തായാലും വക്കീലിനെ വിളിക്കാം, എന്നിട്ട് ആലോചിക്കാം. അങ്ങനെ ശ്രീനിവാസൻ വക്കീലിനെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങാട്ടോടെ. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് വേദ ഓഫീസിൽ നിന്ന് നേരത്തെ പോന്നിട്ടുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോൾ തൊട്ടടുത്ത് തന്നെ ശ്രീകാന്തൻ കേട്ടോ. വേദ കണ്ടിട്ടില്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വേദയെ വിളിക്കുക. വേദ ആകെ പേടിക്കും. നീ എന്താ പേടിച്ച പോലെ നിൽക്കുന്നത്? ഞാൻ അന്യനൊന്നും അല്ലല്ലോ, നിന്റെ സഹോദരനല്ലേ? വേദയ്ക്കും ആണോ? അങ്ങനെ ഒരു രക്തബന്ധത്തിന്റെ മഹിമയൊക്കെ നമ്മൾ തമ്മിലുണ്ടോ? എത്ര ഇല്ലെന്ന് പറഞ്ഞാലും അതുണ്ടാവാതിരിക്കില്ലല്ലോ. വേദ പറയും ഇല്ല, നമ്മൾ തമ്മിൽ അങ്ങനെ യാതൊരു റിലേഷനും ഇല്ല. ഉള്ളത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാറാ. അതും ഉഭയസമൃദ്ധ പ്രകാരമല്ല, ഒരാളെ ഭയപ്പെടുത്തിയും ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് നേടിയെടുത്ത കരാർ. ശ്രീകാന്ത് പറയും ആയിക്കോട്ടെ, സന്തോഷം. അവസാനം നീ എന്നെ പേടിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് മതി. വേദ പറയും വിക്രമോ മറ്റോ ആരെങ്കിലോ നിങ്ങളിവിടെ നിൽക്കുന്നത് കാണണ്ട. ഞാൻ ഇറങ്ങി പോരുന്നതിന് പിന്നിൽ നിങ്ങളുടെ സ്വാധീനം ഉണ്ടെന്ന് മനസ്സിലാക്കിയ അവരതിന്റെ കാരണം അന്വേഷിക്കും. വിക്രമിന്റെ സ്വഭാവം അറിയാലോ. അയാളുടെ അച്ഛനോട് നിങ്ങളാ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ അറിഞ്ഞാൽ ഒട്ടും പുറത്തൊന്നും വരില്ല. ശ്രീകാന്തയ്ക്കും നീ ഇപ്പൊ തിരിച്ച് എന്നെ ഭീഷണിപ്പെടുത്താണോ? വേദ ഞാൻ മുഖേന വിക്രത്തിന്റെ കുടുംബത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാ നിങ്ങൾ പറഞ്ഞ എല്ലാം ഞാൻ സമ്മതിച്ചത്. അത് നിങ്ങളായിട്ട് കുഴപ്പത്തിലാക്കണ്ട. ശ്രീകാന്ത് പറയും ശരി, ഞാൻ പോയിക്കോളാം, നീ എത്തുമല്ലോ അപ്പൊ ബാക്കി സംസാരിക്കാം. വേദ പറയും എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒന്നുമില്ല, തമ്മിലുള്ള ഉടമ്പടി പാലിച്ചതനുസരിച്ച് ഞാനും പാലിക്കുന്നു. ശ്രീകാന്ത് പറയും നീ വരുന്നേ പറഞ്ഞിട്ടുള്ളൂ, നാളെ വരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, അത് അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. വേദ പറയും ഇതുവരെ നിങ്ങൾ കരുതി വെച്ച എല്ലാ സർപ്രൈസിനും നന്ദി, കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് പോവാ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ വീട്ടിലെത്താട്ടോ. അങ്ങനെ കിട്ടുന്നവരുടെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. വിക്രമും ഉണ്ട്, അച്ചമ്മയൊക്കെ ഷൂട്ട് ചെയ്യാണ്. അപ്പോഴാ വേദ വരുന്നത്. പറഞ്ഞ പോലെ മോളെത്തിയല്ലോ, പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, നമുക്കിതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം. വേദ വിക്രമിനിങ്ങനെ നോക്കും, വിക്രമും നോക്കുന്നുണ്ട്. വേദ ഒന്നും പറയേണ്ട അകത്തേക്ക് കയറിപ്പോവും. വേദയ്ക്ക് എന്തോ മാറ്റം ഉണ്ടെന്ന് അച്ചമ്മയ്ക്ക് മനസ്സിലായി. നന്ദിനിയും ഇതൊക്കെ ശ്രദ്ധിച്ചു നിൽക്കണേ, കാരണം വേദയുടെ ഈ ഒരു പെരുമാറ്റം എല്ലാരെയും ഷോക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് കമലമ്മ അവിടെ കിച്ചണിൽ പപ്പടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. ശ്രീജടുത്ത് എന്തോ പച്ചക്കറി അരിയാ. അപ്പൊ വേദ വരും. അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അമ്മ പറയും വന്നവർക്ക് ഏത്തക്കാഴ പുഴുങ്ങിയതും പപ്പടവും കൊടുക്കാന്ന് കരുതി. വേദ അറിയും അമ്മ ഒന്ന് വരുമോ? എന്താ മോളെ? അങ്ങനെ നിർബന്ധിക്കുമ്പോ അത് ശ്രീജടുത്തെ ഏൽപ്പിച്ചിട്ട് അമ്മ വേദയോടൊപ്പം പോവാണേ. ശ്രീജ ഇങ്ങനെ അവരെ നോക്കുന്നുണ്ട്. അങ്ങനെ റൂമിലെത്തിക്കഴിഞ്ഞാ കമലയ്ക്കും എന്താ മോളെ? വേദയ്ക്കാണെങ്കിൽ ആകെ വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കണേ. എന്താ നിന്റെ മുഖം വല്ലാണ്ട് ഇരിക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തു പറ്റി? വേദ കരഞ്ഞുകൊണ്ട് അമ്മയുടെ കൈ പിടിക്കും. ഇനിയും പറയണ്ടിരുന്ന ഞാൻ അമ്മയെ വഞ്ചിക്കുന്ന പോലെ ആയിരിക്കും. അതാ എന്താ മോളെ? വേദ പറയും ഞാൻ നാളെ മുതൽ ഇവിടെ ഉണ്ടാവില്ല. അമ്മ അങ്ങനെ കിട്ടും എന്ന് വെച്ചാ ഞാൻ പോവാണമ്മേ, ഇവിടുത്തെ എന്റെ ജീവിതം അവസാനിച്ചു. നീ എന്തൊക്കെയാ പറയുന്നത്? അതും അവൻ മല ചവിട്ടാൻ പോകുന്ന ഈ സമയത്ത്? വേദ പറയും ഈ സമയത്തെങ്കിലും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയ പാപം ചെയ്യുന്ന പോലെ ആയിരിക്കും. മലയ്ക്ക് പോയി തിരിച്ചെത്തുമ്പോൾ ഞാൻ പുതിയ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കും. ഇത് ഞാൻ തീരുമാനിച്ചിട്ട് ദിവസങ്ങളായി. പക്ഷേ അമ്മ ഇങ്ങനെ ഒരു വഴിപാട് നടത്തുന്നതിനിടയില് ഞാൻ ഇറങ്ങിപ്പോകുന്നത് ശരിയല്ലെന്ന് തോന്നി. എന്തായാലും ഈ വരും ഇവിടെ ഇങ്ങനെ ആരും അറിയരുത്, എല്ലാം സാധാരണ പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് വേദ കരഞ്ഞോണ്ട് പോകാൻ തുടങ്ങുമ്പോ നിക്ക് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താ. നീ ഈ വീട്ടിൽ ഇപ്പൊ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. നീ വന്നതിന് ശേഷം വിക്രം ശ്രീനിവാസിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പല കേസുകളിലും പെട്ടിട്ടുണ്ട്.
അതിന്നൊക്കെ നീയാ വിക്രമിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീനിവാസിന്റെ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പോവാണെന്ന് പറഞ്ഞ് നീ ഇത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. മറ്റെന്തോ ഇതിനുള്ളിലുണ്ട്, ഞങ്ങളോട് പറയാത്ത മറ്റെന്തോ കാരണം. ഈ ഒരു വർഷം തമ്മിൽ സ്നേഹിച്ചത് സത്യമാണെങ്കിൽ നീ എന്നോട് നുണ പറയരുത്. അല്ലെങ്കിൽ ഒരു പക്ഷേ നീ സ്നേഹിച്ചതും നുണയാണെന്ന് എനിക്ക് തോന്നിപ്പോയാലോ മോളെ. വേദയും കരഞ്ഞുകൊണ്ട് പറയും, അങ്ങനെയൊന്നും പറയില്ല അമ്മേ. അമ്മയെന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയായിട്ട് കരുതിയിട്ട് തന്നെയാ. എങ്കിൽ സത്യം പറ, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാരണം? വേദ കരഞ്ഞിട്ട് പറയും, അമ്മ ഇനി എന്നോടൊന്നും ചോദിക്കരുത്. ഒരുപാട് തവണ പരാജയപ്പെട്ടതാ ഞാൻ. ഇനി എനിക്ക് വയ്യ, അത്ര എനിക്കിപ്പോ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഈ സമയം റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ശ്രീജ നോക്കുന്നുണ്ട്. ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. എന്താ അമ്മേ എന്ന് നോക്കുമ്പോ കമലയും കരഞ്ഞുകൊണ്ട് നിൽക്കുക, ഒന്നും പറയണില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം നന്ദിനിയോടൊപ്പം ഇങ്ങനെ അവിടേക്ക് ഇങ്ങനെ മാല കെട്ടാനായിട്ട് നിൽക്കാട്ടോ. അപ്പോൾ കമല അങ്ങോട്ട് വരും. വിക്രം ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിക്രമിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നന്ദിനി വിചാരിക്കും, ഇതെന്താ അമ്മയും മോനും കൂടെ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അമ്മ വിക്രമിനെ കൂട്ടി ശ്രീജയുടെ ആ കമ്പനിയിലേക്ക് കയറിയിരിക്കണേ. വിക്രമിന് എന്താന്ന് മനസ്സിലായിട്ടില്ല. അമ്മ പറയും, എന്നോട് സത്യം പറയണം. എന്താ എന്താ കാര്യം? വേദയായിട്ട് മോനെന്തേലും പ്രശ്നമുണ്ടോ? വിക്രം പറയും, ഇത് ഞാൻ കുറച്ചു ദിവസമായിട്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യം. ആ ശ്രീനിവാസിന്റെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്ത് തലയിൽ വെച്ചോണ്ടല്ലേ ഇപ്പൊ ഇതുണ്ടായത്? അത് അവസാനിപ്പിക്കാൻ നിനക്ക് വയ്യല്ലേ? വിക്രം പറയും, അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അതാണ് യഥാർത്ഥ കാര്യമെന്ന്? കമല പറയും, അതാണ് വേദ പറയണത്. വിക്രം പറയും, അവളുടെ ഉള്ളിൽ വേറെന്തോ ഇഷ്യൂ ഉണ്ടമ്മേ, അവളത് പറയാത്തതാ. എന്ന് വെച്ചാ? വിക്രം പറയും, ശ്രീനിവാസ് സാറിന്റെ പേര് അവളൊരു മറയായിട്ട് ഉപയോഗിക്കുക. ഞാൻ മലയ്ക്ക് പോയി തിരിച്ചു വരട്ടെ, അതിനൊരു പരിഹാരം അപ്പൊ കാണാം. അപ്പൊ ഒരു പക്ഷേ അപ്പോഴേക്കും വിക്രം ചോദിക്കും, അപ്പോഴേക്കും? അപ്പൊ അമ്മ വേദ ആരോടും പറയരുതെന്ന് പറഞ്ഞ കാര്യം ആലോചിക്കുക കമല. എന്താ അമ്മേ പറയാൻ വന്നത്? ഒന്നുമില്ല, മോൻ പറഞ്ഞത് ശരി. ആദ്യം സമാധാനത്തോടു കൂടെ നീ മലയ്ക്ക് പോയിട്ട് വാ, ബാക്കിയെല്ലാം അപ്പൊ ആലോചിക്കാം. അയ്യപ്പസ്വാമി ഒരു വഴി കാണാതിരിക്കില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീജ അവിടെ ഇങ്ങനെ എന്തോ ചെയ്യുമ്പോൾ അങ്ങോട്ട് നന്ദിനി ഒന്ന് ചെറുതായി കളിയാക്കുന്നുണ്ട് കേട്ടോ, ഫാക്ടറി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശ്രീജടുത്ത് ഞാനിപ്പോൾ വന്നതേ, വേദ അവിടെ തനിച്ചിരിക്കുന്നുണ്ട്. അവൾ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലേ. അവളുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമുക്കത് പരിഹരിക്കണ്ടേ, അതെന്താന്ന് പോയി ചോദിച്ചു നോക്കോ. ഞാൻ ചോദിച്ചു, അവള് പറയില്ല. ശ്രീജയ്ക്ക് കാര്യം മനസ്സിലാവും. നിനക്ക് അവളുടെ ഉള്ളിലെ രഹസ്യം അറിയാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാതെ പരിഹരിക്കാനല്ല. എനിക്ക് പറയണ്ട, ഞാൻ പോയി ചോദിക്കാനും പോകുന്നില്ല. ചോദിക്കില്ല അല്ലേ? ശ്രീജ പറയും, ഇല്ല എന്ന് പറഞ്ഞേ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ നന്ദിനി പറയും, പൊയ്ക്കോ, മനുഷ്യന്മാര് സങ്കടപ്പെടുന്നതിന്റെ കാരണം അറിയണമെങ്കിലേ ഇത്തിരി മനുഷ്യത്വം വേണം. നിനക്കറിയാവുന്ന മനുഷ്യത്വം എനിക്കില്ല എന്ന് പറഞ്ഞ് ശ്രീജ അതിന് തയ്യാറാണ്ട് അവിടുന്ന് പോവാണ്. നന്ദിനി പറയും, അത് പാളി. എന്നാലും അവൾ എന്തിനാണാവോ ഇങ്ങനെ കരഞ്ഞു വിഷമിച്ച് നടക്കുന്നത്? പിന്നീട് അവിടെ അതായത് കെട്ടുനിറയുടെ സമയമാവാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വേദ എപ്പോഴും റൂമിൽ ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചിരിക്കുകയാണേ. ശ്രീജ ചായ കൊണ്ടുവന്ന് കൊടുക്കും. വേദ അപ്പോഴും മിണ്ടുന്നില്ല. അങ്ങനെ ശ്രീജ പറയും, ഇവിടെ ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിലിടപെട്ട് അത് പരിഹരിക്കുന്ന ആളാ വേദ. പക്ഷേ വേദയ്ക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾക്കതിന് കഴിയുന്നില്ല അല്ലേ. ഞങ്ങളോടുള്ള ദേഷ്യമല്ല, വിഷമാണ് ഇങ്ങനെ പെരുമാറാൻ കാരണമെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, വിക്രം മലയ്ക്ക് പോയി വന്നാലേ വേദയിൽ ഉള്ളിലുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. അതിന് ഞാൻ ഉറപ്പ് തരാം. ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധമല്ലേ പ്രശ്നം. നമുക്ക് എല്ലാവർക്കും കൂടെ പോയി ആ ശ്രീനിവാസനെ കാണാം. വിക്രത്തെ വിട്ടുതരണം എന്ന് അപേക്ഷിക്കാം. വേദയില്ലാതെ വിക്രമിന് ഇനി പറ്റുമെന്ന് തോന്നണുണ്ടോ? പുറത്ത് വിളക്ക് വെക്കാനായി. അവൻ പോവാൻ സമയത്ത് ഇങ്ങനെ വിഷമം കാണിച്ച് അകത്തിരിക്കണ്ട. അപ്പോഴേക്ക് വേദ ശ്രീചേർത്തിയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയും. സങ്കടം സഹിക്കാൻ പറ്റാതെ, അയ്യോ ഇങ്ങനെ കരയില്ലേ, നമുക്ക് പരിഹരിക്കാം. അപ്പോഴേക്കും അച്ഛമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ അച്ഛമ്മ, അയ്യോ എന്തായി കാണുന്നേ, എന്തിനാ മോള് കരയുന്നേ? വേദയ്ക്കും ശ്രീജിക്കും ടെൻഷനാവും. അവൻ മല ചവിട്ടാൻ പോകുന്നതിന്റെ സങ്കടത്തിലാണോ? എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇമാതിരിയുള്ള കരച്ചില് ധാരാളം കണ്ടിട്ടുണ്ട്. എന്റെ അച്ഛൻ പോകുന്ന സമയത്ത് അമ്മ ഇങ്ങനെ കരയാറുണ്ട്. അതിന് പക്ഷെ കാരണമുണ്ട്. ഇന്നത്തെ സൗകര്യങ്ങളില്ല. കൊടുങ്കാട്ടിലൂടെ നടന്നു വേണം പോവാൻ. മഞ്ഞും മഴയും വെയിലും കൊണ്ട് കാട് കയറി സുരക്ഷിതമായി തിരിച്ചു വരണം. അതുകൊണ്ട് പോകുമ്പോൾ ഉള്ളൊന്ന് കാളും, കരച്ചിൽ വരും. പക്ഷെ ഇന്ന് അതൊക്കെ മാറിയില്ലേ. പമ്പ വരെ വണ്ടി ചെല്ലും. കാശ് കൊടുത്താ തലയിൽ വെച്ച ആളുകൾ മുകളിൽ എത്തിക്കും. കോൺക്രീറ്റ് ചെയ്ത് പടിക്കെട്ടിന് മുകളിൽ ഷീറ്റിട്ട് നല്ല റോഡായി സുഖമായി തൊഴുതിട്ട് വരാം. ഇവിടെ അടുത്ത അമ്പലത്തിൽ പോയി വരുന്ന അത്ര എളുപ്പം. അതിനെന്തിനാ മോള് കരയണത്? ചെന്ന് മേലെ കഴുകി വാ. സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് മനസ്സ് നിറഞ്ഞ് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞേക്കേ. പോയി വരുന്നതോടുകൂടെ അവന്റെ എല്ലാ ദോഷങ്ങളും മാറട്ടെ എന്ന് അയ്യപ്പസ്വാമിയോട് അപേക്ഷിക്കേ. ചെല്ലേ. അപ്പൊ വേദ പറയും, ഞാൻ മേലെ കഴുകിയിട്ട് വരാം ശ്രീചേർത്തി. അങ്ങനെ വേദ അവിടുന്ന് പോകുമ്പോൾ അച്ഛമ്മ ശ്രീജ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അവിടെ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മലയ്ക്ക് പോകുന്ന ആ വിക്രം സ്വാമി ഇങ്ങോട്ട് വന്നോളൂ, കൂടെ നിൽക്കുന്നവരും. അങ്ങനെ എല്ലാരും വന്നല്ലോ എന്ന് നോക്കുമ്പോൾ വിക്രമും സ്വാമിമാരും അവിടെ പോയി നിൽക്കൂട്ടോ. അപ്പോഴേക്ക് വേദയെ കാണുന്നില്ല. അമ്മ അറിയും, വേദ എവിടെ? വേദേ എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ വേദ ഉണ്ടാവും മേലൊക്കെ കഴുകി സെറ്റ് സാരിയൊക്കെ ഇട്ട് അങ്ങോട്ട് വരണേ. അങ്ങനെ വരുന്നിടത്താട്ടോ ഈ ഭാഗം കഴിയണത്. അങ്ങനെ വിക്രം മലയ്ക്ക് പോകുന്ന ഭാഗങ്ങളുടെ പ്രമോണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്